ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് ആവശ്യമായ പ്രോസിക്യൂഷൻ അനുമതി പോലും തേടാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നതെന്നാണ് വിവരം. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 12 പ്രതികളിൽ 9 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. എന്നാൽ നിലവിലെ നിയമവ്യവസ്ഥ പ്രകാരം ഈ പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകണമെങ്കിൽ സർക്കാർ അനുമതി നിർബന്ധമാണ്. അറസ്റ്റിലായതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന വ്യവസ്ഥയും നിലനിൽക്കുന്നു. എന്നാൽ ഈ സമയപരിധിക്കുള്ളിൽ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം ഗുരുതരമായ വീഴ്ച വരുത്തിയതായാണ് സൂചന. ഇതോടെ കൂടുതൽ പ്രതികൾ കോടതിയെ സമീപിച്ച് സ്വാഭാവിക ജാമ്യം നേടാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. ഇതിനിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ. വാസു ഉൾപ്പെടെ 4 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള സാധ്യതയും ശക്തമാകുകയാണ്. അന്വേഷണത്തിലെ ഈ വൈകിപ്പ് കേസ് ദുർബലമാക്കുമോയെന്ന ആശങ്കയും നിയമവൃത്തങ്ങളിൽ ഉയരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തുടർന്നുള്ള നടപടികൾ സർക്കാരും അന്വേഷണ സംഘവും എത്രത്തോളം വേഗത്തിൽ കൈക്കൊള്ളും എന്നതാണ് ഇനി നിർണായകമാകുന്നത്.